ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രയോജനകരമായൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ഹിസ്റ്ററി എങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ഡൗട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ യൂട്യൂബ് ഹിസ്റ്ററി എങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ പലർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഹോം പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ സെർച്ച് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വീഡിയോകളായിരിക്കും. അതാണ് നമ്മുടെ സെർച്ച് ബാറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഹോം പേജിൽ നമ്മൾ എന്തൊക്കെ വീഡിയോ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോകളായിരിക്കും നമുക്ക് പിന്നെയും നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ കയറി വരുന്നത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ നമ്മൾ വേറെ കിട്ടണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടതായി വരും. അല്ലെങ്കിൽ യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കയറി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ കാലം മുതലുള്ള ഹിസ്റ്ററി മൊത്തം ഇതിനകത്തുണ്ടായിരിക്കും. നമ്മൾ ഇതുവരെയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഒത്തിരി ഹിസ്റ്ററി വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരെണ്ണം റിമൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ നമുക്ക് ഒത്തിരി സമയം പിടിക്കും ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ. പക്ഷേ അത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവുന്നുമില്ല. അപ്പോൾ എങ്ങനെ നമ്മുടെ യൂട്യൂബ് ഹിസ്റ്ററി പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ഹോം ഐക്കൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ താഴെയായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ താഴെയായിട്ട് ഹിസ്റ്ററി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ക്ലിയർ വാച്ച് ഹിസ്റ്ററി, രണ്ടാമത് ക്ലിയർ സെർച്ച് ഹിസ്റ്ററി. അപ്പോൾ വാച്ച് ഹിസ്റ്ററിയും അതുപോലെ തന്നെ സെർച്ച് ഹിസ്റ്ററിയും ഇതിലൂടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് വാച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിയർ വാച്ച് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാച്ച് ഹിസ്റ്ററി റിമൂവ് ആയിട്ടുണ്ട്. വാച്ച് ഹിസ്റ്ററി ഡിലീറ്റഡ് എന്ന് പറഞ്ഞാൽ താഴെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ സെർച്ച് ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ക്ലിയർ സെർച്ച് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് താഴെ ക്ലിയർ സെർച്ച് ഹിസ്റ്ററി എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ സെർച്ച് ഹിസ്റ്ററി ക്ലിയർഡ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ യൂട്യൂബിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്കിവിടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു നമ്മൾ നേരത്തെ സെർച്ച് ചെയ്തതൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, നമ്മൾ ഇനിയും സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത കണ്ടൻറ്റ് ഇനിയും കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പെർമനൻ്റ് ആയിട്ട് ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എടുത്ത പോലെ തന്നെ ഹോം ഐക്കൺ എടുക്കുക. അതിൽ സെറ്റിങ്സ് എടുക്കുക. അതിൽ ഹിസ്റ്ററി ആൻഡ് പ്രൈവസി. ഇനി താഴെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. പോസ് വാച്ച് ഹിസ്റ്ററി, പോസ് സെർച്ച് ഹിസ്റ്ററി. ആ ഓപ്ഷൻസ് രണ്ടും ഓണാക്കി ഇടുകയാണെങ്കിൽ നമുക്ക്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ ഹിസ്റ്ററി നമുക്ക് പോസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിലേക്ക് സേവ് ആവാതെ നമുക്ക് പോസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ നേരത്തെ പ്രീവിയസ് ആയിട്ട് സെർച്ച് ചെയ്ത് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഓണാക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതെല്ലാം പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തതിന് മാത്രമാണ് ഈ പോസ് വാച്ച് ഹിസ്റ്ററിയും സെർച്ച് ഹിസ്റ്ററിയും ഓണാക്കാവുള്ളൂ. അപ്പോൾ നമുക്കിനി പെർമനൻ്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് മാനേജ് ഓൾ ആക്ടിവിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് നേരെ ഗൂഗിളിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്കിവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് സേവിങ് യുവർ യൂട്യൂബ് ഹിസ്റ്ററി. അപ്പോൾ എല്ലാവരുടെയും ഓണായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ഹിസ്റ്ററി ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ അത് ഓണായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ താഴെ തൊട്ടടുത്ത് ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഹിസ്റ്ററി നമുക്ക് ഇതിലേക്ക് സേവ് ആവുകയില്ല. ഇപ്പോൾ ഇത് ഓണായി ഇരിക്കുന്നതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്നത്.
ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. താഴെ ഓട്ടോ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ ഓപ്ഷനെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ ഇവിടെ ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ഓൾഡർ ദാൻ 36 months അങ്ങനെ പറഞ്ഞ് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 3 months 18 months എന്ന് പറഞ്ഞ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡിലീറ്റ് ആവുന്നതാണ്. ഇപ്പോൾ 36 months ആണ് ഇവിടെ കിടക്കുന്നത്. അത് നമുക്ക് 3 മാസത്തേക്ക് വരെ ചുരുക്കാൻ സാധിക്കും. ഏറ്റവും കുറവ് 3 മാസം വരെയാണ് നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 3 മാസം വരെയുള്ള കാര്യങ്ങളാണ് ഡിലീറ്റ് ആവുകയുള്ളൂ. അത് 3 മാസം കൂടുമ്പോൾ മാത്രമാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുകയുള്ളൂ. പക്ഷേ നമുക്ക് ഇപ്പോൾ അന്ന് സെർച്ച് ചെയ്ത് 3 മാസം കൂടുമ്പോഴാണ് ഇത് ഡിലീറ്റ് ആവുകയുള്ളൂ. പക്ഷേ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്കിത് ഫുള്ള് ഡിലീറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കില്ല. ഇനി പെർമനൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ താഴെയായിട്ട് ഞാനിപ്പോൾ തൊട്ട് മുമ്പ് സെർച്ച് ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇതിലേക്ക് വരുന്നത്. നമ്മൾ ആദ്യം ക്ലിയർ വാച്ച് ഹിസ്റ്ററിയും ക്ലിയർ സെർച്ച് ഹിസ്റ്ററിയും ക്ലിയർ ചെയ്തുകൊണ്ട് ഇവിടെ താഴെ വീഡിയോകളൊന്നും വന്ന് കിടക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത വീഡിയോകളൊക്കെ ഇവിടെ വന്ന് കിടക്കും. അത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോന്നായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പിന്നെ നമ്മൾ ഇവിടെ കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ സെർച്ച് ബാറിൻ്റെ തൊട്ടടുത്ത് കലണ്ടർ ചിഹ്നത്തിൽ ഒരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ നമ്മുടെ പഴയ നേരത്തെ സെർച്ച് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി, ഏത് ഡേറ്റ് മുതലുള്ള ഹിസ്റ്ററിയാണ് വേണ്ടത്, അത് നമുക്ക് ഇന്ന ഡേറ്റിൽ ഇവിടെ എൻ്റർ ചെയ്ത് നമുക്ക് ആ ഹിസ്റ്ററി എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ മാസമാണെങ്കിൽ ഇതിന് മുമ്പുള്ള മാസങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇയർ സെലക്ട് ചെയ്ത് നമ്മൾ എന്ന് വരെയുള്ള ഹിസ്റ്ററിയാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന അപ്ലൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഡേറ്റ് വരെയുള്ള ഹിസ്റ്ററി നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഡിലീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ടുഡേ, ഡിലീറ്റ് കസ്റ്റം റേഞ്ച്, ഡിലീറ്റ് ഓൾ ടൈം, ഇന്നത്തെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യണോ, അതുപോലെ തന്നെ ഓൾ ടൈം ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യണോ, എല്ലാം നമുക്ക് ഇതിലൂടെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെർച്ച് ഹിസ്റ്ററി, അതോ ഹിസ്റ്ററി, നമ്മുടെ യൂട്യൂബിലെ എല്ലാ ആക്ടിവിറ്റിയും ഇതിലൂടെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.